ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ വ്ളോഗാട്ടോ. ഇത്തീസ് ഹോസ്പിറ്റലിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വ്ളോഗാണിത്. മോനെ ഞാൻ കൊണ്ടുവന്നില്ല. മോനെ ഞാൻ എൻ്റെ വീട്ടിൽ ഉമ്മൻ്റെ അടുത്താക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ഇത്താത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്താത്താണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. വീട്ടിൽ ചെന്നിട്ട് തന്നെ എനിക്ക് എൻ്റെ കുറച്ച് ഫയലും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. മോനെ ഞാൻ ഉറക്കിയിട്ടാട്ടോ പോകുന്നത്. അവന് ഉറങ്ങുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ അവൻ്റെ ഉറക്കും കാര്യങ്ങളൊന്നും ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. പിന്നെ ഉച്ച സമയത്താവുമ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഓനെ വെറുതെ ബുദ്ധിമുട്ടാക്കണ്ട കരുതി. അപ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങിയിട്ടോ. മലപ്പുറം ഇത്തീസ് ഹോസ്പിറ്റലിലാണ് എനിക്ക് ഇൻ്റർവ്യൂ ഉള്ളത്. എൻ്റെ ഡെലിവറിയും അവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ, ഇത്തീസ് ഹോസ്പിറ്റലിൽ. അപ്പം ഒരു വേക്കൻസി കണ്ടപ്പോൾ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്യാനാണ് പോകുന്നത്. മലപ്പുറം KK തൽക്കലാട്ടോ ഇത്തീസ് ഹോസ്പിറ്റലുള്ളത്. ഡെലിവറിക്ക് മാത്രമായിട്ടുള്ള മെറ്റേണിറ്റി ഹോസ്പിറ്റലാണ് ഇത്തീസ് ഹോസ്പിറ്റൽ. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി. ഒരു 30-35 മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇൻ്റർവ്യൂ. ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇതാ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി. ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് കരുതി ഞാൻ അറ്റൻഡ് ചെയ്തത് കേട്ടോ. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആലത്തൂർപടിക്കുള്ള നാടൻ മെസ്സ് എന്ന ഷോപ്പിലേക്കാട്ടോ പോയത്. ഞങ്ങൾ ഇവിടുന്ന് ബിരിയാണി കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ സ്ഥിരം വരാറുള്ള ഷോപ്പാണ്. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ പോവാട്ടോ. ഉപ്പാൻ്റെ കൂടെയാണ് പോകുന്നത്. ഇത് വെള്ളാമ്പ്രം സ്കൂൾ ഗ്രൗണ്ടാട്ടോ. വെള്ളാമ്പ്രം സ്കൂളിൻ്റെ അടുത്താണ് ഹസ്ബൻഡിൻ്റെ വീട്. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. എൻ്റെ വീട്ടിൽ നിന്ന് ഈവനിങ് ആണ് ഞാൻ എൻ്റെ ഉപ്പൻ്റെ കൂടെ അങ്ങോട്ട് പോകുന്നത്. പിന്നെ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് കുറച്ച് റൂം ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സാധനങ്ങളൊക്കെ ആകെ മെസ്സേജ് കിടക്കിയിരുന്നു. അപ്പോൾ റൂമൊക്കെ വൃത്തിയാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് റൂമൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു. പിന്നെ കിച്ചണിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തീർത്തു. പിന്നെ ഇതാ ഇവിടെ അപ്പം മുറ്റത്ത് കാക്കാരും എല്ലാവരും കൂടെ അവർ ഫ്രണ്ട് സൗദി പോകാമെന്ന് പറഞ്ഞപ്പം അങ്ങോട്ട് കാണാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളും എല്ലാവരും കൂടെ ഓരോ കൂടെ പോയി. ഇന്ന് പിന്നെ അവിടെ സ്കൂളിൽ ഷട്ടിൽ കോട്ടിൽ പരിപാടി ഉണ്ട്. അപ്പോൾ മക്കളൊക്കെ അവിടെ ആയിരുന്നു. പിന്നെ അവരെ വിളിക്കാൻ പോയി. ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.